നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് നിയമസഭയിൽ നടന്ന ചർച്ചകളാണ് ഇപ്പോൾ വലിയ ശ്രദ്ധ നേടുന്നത്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ തുക 3000 രൂപയാക്കി ഉയർത്തുമോ എന്ന ചർച്ചയും, നിലവിൽ പെൻഷൻ വാങ്ങുന്നവരിൽ അർഹതയില്ലാത്തവർ ഉണ്ടോ എന്ന പരിശോധനയും, യഥാർത്ഥ അർഹരായവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ടോ എന്ന കാര്യവുമാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ മാസം 24, അതായത് ഇന്നു മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. അതിനാൽ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ വലിയ വാർത്ത ആശ്വാസം നൽകുന്നതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ പെൻഷന് അർഹരാണോ, അർഹതയില്ലാത്തവർ പെൻഷൻ വാങ്ങുന്നുണ്ടോ? അങ്ങനെ അനർഹരായവർ പെൻഷൻ വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള അർഹരായ ആളുകൾക്ക് പെൻഷൻ ലഭിക്കാതെ പോകുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ നിയമസഭാ ചർച്ചയിൽ പ്രധാന വിഷയമായി ഉയരുന്നത്. അതേസമയം ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയരുകയാണ്. UDFന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന കാര്യമാണ് പെൻഷൻ തുക 3000 രൂപയാക്കി ഉയർത്തുക എന്നത്. UDF അധികാരത്തിലെത്തിയാൽ വാഗ്ദാനം ചെയ്തതുപോലെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന് അദ്ദേഹം വീണ്ടും വ്യക്തമാക്കി. അപ്പോൾ നിലവിൽ കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിയേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3000 രൂപ പെൻഷൻ എന്ന ആവശ്യം എങ്ങനെ നടപ്പിലാകും? സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? അനർഹരായവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന എങ്ങനെയായിരിക്കും? പുതിയതായി അർഹതയുള്ളവർക്ക് പെൻഷൻ ലഭിക്കുമോ? ഈ മാസത്തെ പെൻഷൻ, അതുപോലെ മസ്റ്ററിംഗ് കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും ഒരേ ദിവസം തന്നെ തുക അക്കൗണ്ടിൽ എത്തണമെന്നില്ല. വിതരണ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതിന് സമയ വ്യത്യാസം ഉണ്ടാവാം. അതിനാൽ ഇന്നു മുതൽ വിതരണം ആരംഭിക്കുന്നു എന്നതാണ് പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. പെൻഷൻ ലഭിക്കുന്നവർ അവരുടെ ബാങ്ക് അക്കൗണ്ടും മറ്റ് ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. അതുപോലെ പ്രധാന വിഷയം മസ്റ്ററിംഗ് നടപടിക്രമങ്ങൾ കൃത്യമായി പൂർത്തിയാക്കുക. സെപ്റ്റംബർ 30 അവസാന തീയതി. അത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിലെ ക്ഷേമ പെൻഷൻ പദ്ധതികളുടെ ഏറ്റവും വലിയ ലക്ഷ്യം സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും പ്രായമായവർക്കും വിവിധ കാരണങ്ങളാൽ സ്ഥിരമായ വരുമാനം ഇല്ലാത്തവർക്കും ഒരു അടിസ്ഥാന സാമ്പത്തിക സഹായം നൽകുക എന്നതാണ്. ഒരു കുടുംബത്തിൽ സ്ഥിരമായ വരുമാനമില്ലാത്ത ഒരു വയോധികനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ഓരോ മാസത്തെ പെൻഷൻ തുകയും വളരെ പ്രധാനപ്പെട്ടതാണ്. വീട്ടിലെ മരുന്ന് വാങ്ങുന്നതിനും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഭക്ഷണത്തിനും യാത്രയ്ക്കും ചെറിയ ചികിത്സാ ചിലവുകൾക്കും എല്ലാം ഈ പെൻഷൻ തുക ആശ്രയിക്കുന്ന നിരവധി ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം വൈകുമ്പോഴും പെൻഷൻ തുക വർദ്ധിക്കുമെന്ന വാർത്ത വരുമ്പോഴും അത് ഗുണഭോക്താക്കൾക്കിടയിൽ വലിയ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴത്തെ ചർച്ചയും അതുകൊണ്ട് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ടത്. ഒരു വശത്ത് പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യണമെന്ന ആവശ്യം, മറ്റൊരു വശത്ത് പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം, മൂന്നാമതായി അർഹരായവർക്ക് മാത്രം പെൻഷൻ ലഭിക്കണമെന്നും ഉറപ്പാക്കണമെന്നും സർക്കാർ നിലപാട്. ഈ 3 കാര്യങ്ങളുമാണ് ഇപ്പോഴത്തെ ചർച്ചയുടെ പ്രധാന കേന്ദ്രം. ഇനി അനർഹരായ പെൻഷൻ ഗുണഭോക്താക്കളെ കുറിച്ചുള്ള സർക്കാർ നിലപാട് പരിശോധിക്കാം. മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയ പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് പെൻഷൻ വാങ്ങുന്നവർ അർഹതയില്ലാത്ത ചില ആളുകൾ ഉണ്ടാകാമെന്നത്. ഇത്തരത്തിലുള്ള അർഹതയില്ലാത്തവർ പെൻഷൻ വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ പെൻഷൻ ലഭിക്കേണ്ട ആളുകൾക്ക് ആനുകൂല്യം ലഭിക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ പരിശോധന ശക്തമാക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഉദാഹരണത്തിന്, വിദേശത്ത് താമസിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്കും സാമ്പത്തികവുമായി ഉയർന്ന വരുമാനമുള്ളവർക്കും പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടോ എന്നത് പരിശോധിക്കുന്നുണ്ടെന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. സർക്കാർ പറയുന്നത് എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും അനർഹർ അല്ല എന്നാണ്. മറിച്ച് അർഹത മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ചിലർ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ ചുമതലയാണെന്നാണ് പറയുന്നത്. ഇത് നടപ്പിലാക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ സഹായം ആവശ്യമായ ആളുകൾക്ക് പെൻഷൻ ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ വാദം. അതേസമയം അർഹരായ ഒരാളെയും അനാവശ്യമായി പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കരുത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ക്ഷേമ പെൻഷൻ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് പെൻഷൻ നിർത്തിവെക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് തന്നെ കാരണമാകും. അതിനാൽ അർഹതാ പരിശോധന നടക്കുമ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങളും സുതാര്യമായ നടപടിക്രമങ്ങളും ആവശ്യമാണ്. ഇനി സർക്കാർ പറയുന്ന പരിശോധനയെക്കുറിച്ച് നോക്കാം. മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുമെന്നാണ്. അതായത് ഒരിക്കൽ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും പരിശോധിക്കേണ്ടതില്ല എന്ന രീതിയിലല്ല, കാലാനുസൃതമായി ഗുണഭോക്താക്കളുടെ അർഹത പരിശോധിക്കും. അർഹത നഷ്ടപ്പെട്ടവർ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തും. അതേസമയം പുതുതായി അർഹത നേടുന്ന ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് സർക്കാർ
സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം സമൂഹത്തിൽ ഓരോ കാലഘട്ടത്തിലും ആളുകളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇതൊരു വ്യക്തിക്ക് ഒരു നിശ്ചിത വരുമാനം ഉണ്ടാകാം, എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ വ്യക്തിക്ക് വരുമാനം ഇല്ലാതാകാം. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഇന്ന് പെൻഷൻ അർഹതയില്ലായിരിക്കാം, പിന്നീട് പ്രായം കൂടുകയോ മറ്റ് അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുകയോ ചെയ്താൽ പെൻഷൻ അർഹനാവാം. അതിനാൽ പെൻഷൻ പട്ടികയിൽ സ്ഥിരമായി പരിശോധിക്കുന്നതിലൂടെ അർഹരായ പുതിയ ആളുകളെ ഉൾപ്പെടുത്താനും അനർഹരായവരെ ഒഴിവാക്കാനും സാധിക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. എന്നാൽ ഇവിടെ മറ്റൊരു പ്രധാന ചോദ്യവും ഉയരുന്നുണ്ട്. പെൻഷൻ 3000 രൂപയാക്കുമോ എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം. കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ വലിയ വിഭാഗം പ്രതീക്ഷിക്കുന്ന കാര്യമാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുക എന്നത്. ജീവിത ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ പെൻഷൻ തുക മതിയാകുന്നില്ല എന്ന അഭിപ്രായം പലരും ഉയർത്തുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങളുടെ വില, മരുന്നുകളുടെ വില, വൈദ്യുതി ചിലവ്, യാത്രാ ചിലവ്, വീട്ടു ചിലവ് എല്ലാം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാസത്തിൽ ലഭിക്കുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന് ഗുണഭോക്താക്കളുടെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 3000 രൂപ എന്ന ആവശ്യം വീണ്ടും ശക്തമാവുന്നത്. അതുപോലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ ഈ വിഷയം ഒരു കാര്യം പ്രധാനമായി ഉന്നയിച്ചു. LDF സർക്കാർ തങ്ങളുടെ ഭരണകാല വിധിയുടെ അവസാന ഘട്ടത്തിലാണ് പെൻഷൻ വർധനവിനെ കുറിച്ച് പരിഗണിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. അതോടൊപ്പം UDF അധികാരത്തിലെത്തിയാൽ ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കി ഉയർത്തുമെന്നും അദ്ദേഹം വീണ്ടും പ്രഖ്യാപിച്ചു. ഇതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമല്ല, സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാഗ്ദാനമാണ്. എന്നാൽ 3000 രൂപ പെൻഷൻ എന്നത് ഇപ്പോൾ തന്നെ എല്ലാവർക്കും ലഭിക്കുന്ന പുതിയ തുകയായി മാറിയെന്ന് പറയാൻ കഴിയില്ല. അതിനാൽ നിലവിൽ 3000 രൂപ പെൻഷൻ ലഭിക്കാൻ തുടങ്ങിയെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് ഭാവിയിൽ നടപ്പിലാക്കുമെന്ന ഒരു രാഷ്ട്രീയ വാഗ്ദാനം കൂടിയാണ്. ഇനി സർക്കാർ ഭാഗത്തു നിന്നുള്ള നിലപാടും പരിശോധിക്കേണ്ടതുണ്ട്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ മാസവും പെൻഷൻ നൽകുമ്പോൾ ചെറിയൊരു വർധനവ് പോലും സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന തീരുമാനമെടുക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ വരുമാനം, ചെലവ്, സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. അതേസമയം ക്ഷേമ പെൻഷൻ ആശ്രയിക്കുന്ന ജനങ്ങളുടെ ജീവിത സാഹചര്യം കൂടി സർക്കാർ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ 3000 രൂപ എന്ന വാഗ്ദാനം വരും ദിവസങ്ങളിലും വലിയ രാഷ്ട്രീയ ചർച്ചയായി തുടരുമെന്നാണ് വിലയിരുത്തുന്നത്. ഇനി മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് വരാം. ആരാണ് യഥാർത്ഥത്തിൽ പെൻഷൻ അർഹർ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓരോ ക്ഷേമ പെൻഷൻ പദ്ധതിക്കും അതിൻ്റെതായ അർഹതാ മാനദണ്ഡങ്ങളുണ്ട്. വരുമാനം, പ്രായം, കുടുംബ സാഹചര്യം, മറ്റ് സാമ്പത്തിക സാഹചര്യങ്ങൾ, ഇത്തരത്തിലുള്ള വിവിധ ഘടകങ്ങൾ അനുസരിച്ചാണ് പല പദ്ധതികളിലും അർഹത നിശ്ചയിക്കുന്നത്. അതിനാൽ പെൻഷൻ ലഭിക്കുന്ന ഒരാൾ തന്റെ അർഹതാ മാനദണ്ഡങ്ങൾ തുടർന്നും പാലിക്കുന്നുണ്ടോ എന്നത് പ്രധാനമാണ്. സർക്കാർ നടത്തുന്ന പരിശോധനയുടെ ലക്ഷ്യം ഇതുതന്നെയാണ്. അർഹതയുള്ളവർക്ക് പെൻഷൻ ഉറപ്പാക്കുക, അർഹതയില്ലാത്തവർ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, പുതിയതായി അർഹതയായവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെ പെൻഷൻ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാകാം. ഒരു വ്യക്തിക്ക് വിദേശത്ത് പോയാൽ ഉടൻ പെൻഷൻ നഷ്ടമാകുമോ? കുടുംബത്തിലെ ഒരാൾ വിദേശത്തുണ്ടെങ്കിൽ മുഴുവൻ കുടുംബത്തിന്റെയും പെൻഷൻ നിർത്തുമോ? വരുമാനത്തിൽ ചെറിയ മാറ്റമുണ്ടായാൽ എന്ത് സംഭവിക്കും? ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വ്യക്തമായ കേസുകൾക്ക് വ്യത്യസ്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് സർക്കാർ പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശോധനയുടെ പേരിൽ അർഹരായ ആളുകൾക്ക് അനാവശ്യമായി ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നതാണ്. അർഹരായവർക്ക് കൃത്യമായി പെൻഷൻ ലഭിക്കുകയും അനർഹരായവർ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനം വേണമെന്ന് പൊതുവായ ആവശ്യമാണ്. ഇനി ഈ മാസത്തെ പെൻഷൻ വിതരണത്തിലേക്ക് വരാം. ഇന്നു മുതൽ വിതരണം ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 1 വരെയാണ് സമയം തന്നിരിക്കുന്നത്. എല്ലാവർക്കും അതിനുള്ളിൽ തന്നെ പണം എത്തുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ മസ്റ്ററിങ്ങിന് ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആർക്കും ഊഹിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഇനി ഗവൺമെന്റ് ഇനി പുതിയ മാനദണ്ഡങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നോക്കി തന്നെ കാണണം. അതേസമയം അർഹതാ പരിശോധനയും തുടരും. പുതിയ അർഹരായ ആൾക്കാരെ ഉൾപ്പെടുത്തുന്ന സർക്കാരിന്റെ പ്രഖ്യാപനവും പ്രധാനമാണ്. അതുകൊണ്ട് നിലവിൽ പെൻഷൻ ലഭിക്കുന്നവർ മാത്രമല്ല, ഇതുവരെ പെൻഷൻ ലഭിക്കാത്ത അർഹരായ ആളുകളും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. അർഹതയുണ്ടെന്ന് കരുതുന്നവർ സർക്കാർ പ്രഖ്യാപിക്കുന്ന അപേക്ഷാ നടപടികളും മാനദണ്ഡങ്ങളും പരിശോധിക്കേണ്ടതാണ്. ഇനി പ്രധാന ചോദ്യം ഇതാണ്: 3000 രൂപ പെൻഷൻ യാഥാർത്ഥ്യമാകുമോ? നിലവിലെ പെൻഷൻ തുകയിൽ സർക്കാർ വർധനവ് പ്രഖ്യാപിക്കുമോ? അനർഹരായവരെ കണ്ടെത്താനുള്ള പരിശോധന എത്രത്തോളം ശക്തമാകും? പുതുതായി അർഹതയുള്ളവർക്ക് പെൻഷൻ ലഭിക്കാൻ അവസരം ഉണ്ടാകുമോ? ഇതെല്ലാം വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമായി അറിയാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ പറയൂ, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.